ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം മല്ലി, മുളക്, ചെറിയുള്ളി, തേങ്ങ, കറിവേപ്പിലയിട്ട് നന്നായി മൂപ്പിക്കുക. അതിലേക്ക് പിന്നെ മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി എന്നിവ ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക കേട്ടോ. സോറി, ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, കാശ്മീരി മുളക് പൊടി ആയിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ റെഡ് ചില്ലി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ അത് നന്നായി പച്ചമണം മാറിയ ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചപ്പ് മാറ്റിയ ശേഷം അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കടുക്, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, കരിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ട് നന്നായി താളിച്ച ശേഷം അതിലേക്ക് നമ്മൾ പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാവുന്നതാണ്. എന്നിട്ട് പുളി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായി തിളപ്പിക്കുക. അത് നന്നായി വരുന്ന ശേഷം നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ വെണ്ടയ്ക്ക വഴറ്റി വെച്ചത് അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ അടിപൊളി തീയൽ റെഡി. എല്ലാവരും